ഹലോ ഗായ്സ്, അപ്പോൾ ദാ ഈ കാണുന്നതാണ് എൻ്റെ ഒരു 7-8 കൊല്ലം പഴക്കമുള്ള ഷർട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഇതിന് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ട് ഇപ്പോൾ ഒരു പുതിയ രീതിയിലാക്കി ഇട്ടതിൻ്റെ. അപ്പം ഞാൻ അതിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് തന്നെ ഞാൻ അതിൻ്റെ കോളറിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നു. എൻ്റെ സ്റ്റിച്ചൊക്കെ അഴിച്ച് കോളറിനെ മാറ്റിയാലാണല്ലോ നമുക്ക് നെക്കാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ബട്ടൺസൊക്കെ അഴിച്ചെടുത്തിരുന്നത്. ഇതേപോലെ അതിൻ്റെ ബട്ടൺസ് എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ സ്ലീവ്സൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയൊക്കെ അളവ് കറക്റ്റിനെടുത്ത് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കഴുത്തിൻ്റെ രീതിയിൽ വരെ കോളർ മാറ്റിയതിന് ശേഷം കഴുത്തൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്താണ്ട് നമ്മളെ ബട്ടൺസ് വരുന്ന പോർഷനൊക്കെ ഞാൻ ഈക്വലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് പീസ് വെച്ച് മടക്കി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേപ്പർ വെച്ചാണ് തയ്ച്ചത്. കാരണം ഇത് ബനിയൻ ക്ലോത്ത് ആയിരുന്നത് കൊണ്ട് തന്നെ പേപ്പർ വെച്ചാണ് തയ്ച്ചത്. അതിന് ശേഷം ഇതേപോലെ കഴുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പേപ്പർ വെച്ച് തയ്ച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ പേപ്പർ കുത്തിക്കയറ്റി തയ്ച്ച് വെച്ച് മടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ അവതാരമായ കൈത്തയ്യലിലോട്ടങ്ങ് കടന്നു. കാരണം ഓരോരോ രീതിയിൽ തയ്ക്കുമ്പോഴും പേപ്പർ കുത്തി കയറ്റി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കൈത്തയ്യൽ, അതാകുമ്പോൾ പേപ്പറും വേണ്ട, പേനയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഞാനൊരു ചായയും ഒരു വടയും ഒരു പാഴിക്കപ്പമൊക്കെ കൊണ്ട് കൈത്തയ്യലും തയ്ച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത പോർഷനിൽ കുറച്ചൊരു 1.5-2 അടുപ്പിച്ച് നമ്മളോട് മാർക്ക് കൊടുത്ത് അതിനെല്ലാം ജോയിൻ്റ് ചെയ്ത് വരച്ചതിന് ശേഷം അതിനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ രണ്ടുവരെയും ചേർത്ത് വെച്ച് ഇതേപോലെ ഒരു സ്റ്റിച്ച് നീളത്തിന് മേളിൽ നിന്ന് താഴെ വരെ കൊടുക്കണം. കൊടുത്തതിന് ശേഷം ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയോ ചെയ്തതിന് ശേഷം ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടൺസും കൂടെ കൊടുത്താൽ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.